ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും മനുഷ്യ ജീവിതത്തെ വിജയിപ്പിക്കാൻ പ്രാപ്തമാണ്. അപ്പം നമ്മുടെ ജീവിതം വിജയിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭഗവത്ഗീത മാനവരാശിക്ക് കിട്ടിയ ഒരു വിജയത്തിൻ്റെ ശാസ്ത്രം തന്നെയാണ്. അപ്പം ഈ വിജയം നമുക്ക് നേടിയെടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബർത്ത് റൈറ്റാണ്. മറ്റൊരു കാരണം കൊണ്ടും നാം തളരാൻ പാടില്ല. എന്തൊക്കെ നമ്മളെ തളർത്തുന്ന പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാത്രം ശരിയാക്കിയാൽ നമുക്കതിനെ മറികടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഒരു തപസ്. അതായത് ഒരു പ്രശ്നം നമ്മളെ അലട്ടുമ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അത് തന്നെ ചിന്തിച്ച് അതിൽ അസ്വസ്ഥരായി സ്വയം നീറിപ്പുകഞ്ഞ് ദുഃഖിക്കുന്നവരാണ്. ഇപ്പം നാം അതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമുക്കൊരു മാനസികമായ ശക്തി, കരുത്ത് ഒക്കെ ഉണ്ടാവണം. ഇത് ഉണ്ടാവൽ അത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അതിനൊരു കൃത്യനിഷ്ഠമായ ജീവിതവും അനുഷ്ഠാനങ്ങളും കൊണ്ടുപോകണം. അതായത് മനസ്സിനെ സംബന്ധിച്ച് തളരാൻ അത് പെട്ടെന്ന് സാധിക്കുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും ചീത്ത വാക്കുകളോ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ, കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലൊരു വാർത്ത വായിച്ചു. ഒരു പോലീസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുറേ ആളുകൾ ഇപ്പോഴുണ്ടല്ലോ ഈ സദാചാര പോലീസ് എന്നൊക്കെ പറയുന്നത്, അവരിങ്ങനെ പരിഹസിച്ചു. ആ പോലീസ് ആയ വ്യക്തി എഴുതുകയാണ്, ഞാൻ മാനസികമായി തകർന്നു പോയി. എത്രയോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഞങ്ങളെ മാനസികമായി തകർന്നു, ഞങ്ങളെ മാനസികമായി തകർത്തു. ആര് തകർത്തു? ലോകം എന്തു പറയട്ടെ, ലോകം എന്തു പറയുന്നു എന്നുള്ളതല്ല, എന്ത് നാം ചിന്തിക്കുന്നു എന്നതാണ്. ആ ചിന്തയിലാണ് നമ്മൾ തളരണോ തളരണ്ടേ എന്ന് ചെയ്യേണ്ടത്. ശ്രീരാമസ്വാമിയിൽ നിന്ന് കഥ പഠിക്കേണ്ടത്. അദ്ദേഹത്തിനോട് കൈകേയി മാതാവ് പറയണം, നീയാണ് രാമ കാരണം അച്ഛൻ തളർന്നു പോയതിന്. മന്ദരയാണെന്ന് പറഞ്ഞില്ല, ഞാൻ വരം ചോദിച്ചാണെന്ന് പറഞ്ഞില്ല, അച്ഛൻ എനിക്ക് വരം തന്നതാണെന്നൊന്നല്ല പറയുന്നത്, നീ കാരണമാണ്. ഉടനെ രാമൻ ചോദിച്ചു, ഞാൻ കാരണം അച്ഛൻ തളരേണ്ട ഒരു പ്രശ്നം വരില്ല, കാരണം അച്ഛൻ്റെ ഏത് കാര്യവും ഞാൻ നടപ്പിലാക്കും, എനിക്കതിനുള്ള കരുത്തുണ്ടെന്ന്. ഈ കരുത്ത് എവിടെ നിന്ന് കിട്ടി രാമന്? ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? അത് അനുഷ്ഠാനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ജീവിത വിജയം നേടണോ, കൃത്യനിഷ്ഠ അനിവാര്യമാണ്. നിങ്ങൾ രാവിലെ ഇത്ര മണിക്ക് എണീറ്റ് ശീലിക്കുക തന്നെ വേണം, അനുഷ്ഠാനവും വേണം. കൃത്യനിഷ്ഠ മാത്രം പോലെ അനുഷ്ഠാനവും വേണം. കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ് ഒരു മന്ത്രം ചൊല്ലി. എന്തിനാ മന്ത്രം ചൊല്ലുന്നത്? മറ്റു ചിന്തകളിൽ കുരുങ്ങിക്കിടക്കാനുള്ള ദൗർബല്യം അതിനുണ്ട്. അപ്പോൾ ഒരു മന്ത്രത്തിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ് എങ്ങനെയാണ് ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് മാറുക. അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന ചില പ്രശ്നങ്ങളിൽ തന്നെ പിടിച്ചു തൂങ്ങി ചില അട്ട, നിങ്ങൾ കേട്ട് കാണും, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിലൊരു തരം അട്ടയുണ്ട്. അത് കാലിൽ കയറി പിടിച്ചാൽ അത് രക്തം കുടിച്ച് വീർക്കും, അത് വിടില്ല ശരീരം. അപ്പോൾ ഈ കാട്ടിലൊക്കെ പോകുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ കുടജാദ്രി അങ്ങനെ പോയിട്ടുള്ള ആളുകൾക്ക്, വയനാട്ടിലൊക്കെ പോകുന്ന ആളുകൾക്ക്, അപ്പോൾ കാട്ടുപ്രദേശങ്ങളിൽ പോകുന്നവർ ചിലപ്പോൾ കാലിൽ മണ്ണെണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പ് തേക്കും, പുകയില വെള്ളത്തിലൊക്കെ കലക്കി അതൊക്കെ തേക്കും. കാരണം ഇത്തരം സാധനങ്ങളുടെ ദുർഗന്ധം കൊണ്ട് ആ അട്ട കയറി പിടിക്കില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ അട്ട കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്തം അങ്ങനെ വാർന്നൊഴുകും, കുറേ രക്തം അത് വലിച്ചു കുടിക്കും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിൽ കയറി പിടിച്ച് അതിൽ തന്നെ മുഴുകി, അങ്ങനെ ഞാൻ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, എന്നെ തളർത്തി, എന്നെ അതാക്കി ഇതാക്കി, ഇതിങ്ങനെ ചിന്തിച്ച് മറ്റുള്ളവരെ പോലും തളർത്ത്. എന്നാൽ ഈ ശ്രദ്ധയൊന്ന് നാം മാറ്റിയെടുത്ത്, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഇത് വരുന്നു പോകുന്നു, നാം തളർന്നുകൊണ്ടല്ല മറുപടി പറയേണ്ടത്. തളരാതെ മുന്നോട്ട് പോകുന്നവരെയാണ് ഈ ലോകത്തിന് തളർത്താൻ പറ്റാത്തത്. അവർ ലോകത്തിനെ തളർത്താൻ തളരുന്നത് നിങ്ങൾ തളരാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ തളരുമ്പോൾ അവർ വളരുന്നു, നിങ്ങൾ തളരുന്നു. നിങ്ങൾ തളരാതിരിക്കുമ്പോൾ നിങ്ങൾ വളരുന്നു, അവർ തളരുന്നു. നിങ്ങൾ തീരുമാനിക്കണം. ഇന്ന് ഇതൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് ജീവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പരസ്പരം പഴി പറഞ്ഞ് ജീവിക്കാം. ഭാര്യയ്ക്ക് പറയാം, ഭർത്താവ് കാരണം, ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണം ഞാൻ ദുരിതം അനുഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങൾക്ക് കൃത്യനിഷ്ഠ അനുഷ്ഠ നിങ്ങളെ തൊട്ടാൻ പോലും പറ്റില്ല.
ഒരു പാഞ്ചാലിയെ കൗരവസഭ മുഴുവൻ ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കി, പാഞ്ചാലിയെ തളർത്താൻ പറ്റിയില്ല. എന്നാൽ പരിഹാസ്യനായി തളർന്നു വീഴുന്ന ദുശാസനനെയും, ആ ദുശാസനൻ തളരുന്നതോടുകൂടി നാണം കെട്ട് മാനം കെട്ടുപോയ കൗരവസഭയാണ് നമ്മൾ കാണുന്നത്. എന്തേ അവർ തളർന്നു? എന്തേ പാഞ്ചാലി വളർന്നത്? അത് ഒരുപക്ഷെ നിങ്ങൾ കഥ പറയാൻ കൃഷ്ണൻ സാരി കൊടുത്തയച്ചുകൊണ്ടാണ്. ആ സാരി എന്നൊക്കെ പറയണത് നിങ്ങൾ വിചാരിക്കരുത് ഏതോ കമ്പനികൾ കൊടുത്തയച്ചാണെന്ന്. ആ സാരി എന്ന് പറയുന്നത് ഉൾക്കരുത്താണ്, മനക്കരുത്താണ്. ആ ഉൾക്കരുത്തുണ്ടാവണമെങ്കിൽ നാം നമ്മുടെ മനസ്സിന് ചില ചിട്ടകൾ പരിശീലിപ്പിച്ചെടുത്താൽ എളുപ്പം സാധിക്കും. ഇന്ന് ഭൂരിപക്ഷം ആളുകളും തളരുന്നതിന് കാരണം കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. നമ്മുടെ കുട്ടികളെ അതൊക്കെ ശീലിപ്പിക്കണം, കാലത്തെണീക്കണം. അത് ഈ കാലത്തെണീക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞു, എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ പറയട്ടെ. കാലത്തെണീക്കുക എന്നാൽ നാം നമ്മുടെ ഒരു ഡിസിഷൻ പവറിനെ ഡെവലപ്പ് ചെയ്യണം. എനിക്ക് കാലത്തെണീക്കാൻ പറ്റും, ഞാൻ കാലത്തെണീക്കും. അപ്പോൾ എനിക്കൊരു കാര്യം തീരുമാനിക്കാനുള്ള കരുത്തുണ്ട്. ഇത് നമ്മൾ പരിശീലിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമുക്ക് തന്നെ ഉറപ്പില്ല. ശരിയാവുമോ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ശരിയാവുമോ? ഞാനത് ചെയ്താൽ ശരിയാവുമോ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ തന്നെ സംശയിക്കാൻ തുടങ്ങും. കാരണം നമുക്കൊരു ഡിസിഷൻ പവറില്ല. അപ്പോൾ ഒരു ഡിസിഷൻ പവറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പങ്ക്ച്വാലിറ്റി. അപ്പം അതുകൊണ്ട് എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ള, കുട്ടികളെയൊക്കെ നിങ്ങൾ ഒരു 5-5:30 മണിക്ക് എണീപ്പിച്ച് ശീലിപ്പിക്കണം. അപ്പോൾ അവർക്ക് അലസത വരും, ഉറക്കം വരും. അതിനെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ കൊണ്ടുപോകുക. ഒരു 10-11 പ്രാവശ്യം പുറത്ത് പ്രദക്ഷിണം വയ്ക്കുക. അകത്തേക്ക് കയറി തൊഴുതു വരരുത്. ആദ്യം പ്രദക്ഷിണമൊക്കെ വെച്ച് എന്നിട്ട് അകത്ത് പോവുക. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, പുറത്ത് നല്ല ഓക്സിജൻ, ഇത് വേറെ എവിടെയും കിട്ടില്ല. ഇത്രയും നല്ല ഓക്സിജൻ ക്ലിനിക്ക് ഇന്നിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ആളുകൾ ഓടുന്നത്. കാരണം ലങ്സിലേക്ക് ഓക്സിജൻ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കിയ എന്തുകൊണ്ടാണ്? നല്ല ഓക്സിജൻ വലിച്ച് ശീലം നമ്മുടെ ലങ്സിന് ഉണ്ടാവണമെങ്കിൽ നാം ക്ഷേത്രത്തിലൊക്കെ പോയി, അതിനാണ് ആലൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്, ആ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനാണ്. അങ്ങനെ ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണമൊക്കെ വെച്ച് എന്നിട്ട് അകത്ത് കയറി ആ വിഗ്രഹത്തെ നോക്കി ഒരു 108 തവണ മനസ്സുകൊണ്ട് ജപിക്കുക. അപ്പം മനസ്സുകൊണ്ട് ജപിക്കുമ്പോൾ പുറത്ത് നമ്മൾ ശരീരത്തെ ഉന്മേഷമാക്കി, അകത്ത് നമ്മൾ മനസ്സിനെ ഉണർത്തി. അപ്പോൾ ഒരു മന്ത്രത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം പരിശീലിക്കുകയാണ്, നാളെ ഒരു ദുർബലമായ വിഷമം എന്നെ അലട്ടുമ്പോൾ എൻ്റെ മനസ്സ് അട്ട പിടിക്കുന്ന പോലെ, അട്ടയെപ്പോലെ അതിൽ നിൽക്കാതെ എനിക്കതിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ ഞാൻ നാമജപ സംസ്കാരാദികളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി ഏകാഗ്രമാക്കി അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരാളാവണം. ഒന്നിനെ വിട്ട് മറ്റൊന്ന് പിടിക്കണമെങ്കിൽ ആ പിടിക്കാനുള്ളത് നേരത്തെ തന്നെ പരിശീലിപ്പിച്ചുറപ്പിച്ചാൽ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ കണ്ടില്ലേ? അവരെത്ര പ്രാവശ്യം പറഞ്ഞ് ആവർത്തിച്ചിട്ടാണ് ആ ഡയലോഗുകൾ പിന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയണമൊക്കെ തെറ്റിപ്പോവും. പെട്ടെന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ മാറിപ്പോവും. അതാണ് ഈ പണ്ട് കുട്ടികളൊക്കെ നാടകമൊക്കെ കളിക്കുമ്പോൾ അധികമൊന്നും പഠിക്കില്ല ഡയലോഗൊക്കെ. എന്നിട്ട് പുറകിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു കൊടുക്കും. മുന്നിൽ ഇവരിങ്ങനെ അഭിനയിക്കുമ്പോഴാവും ഒരുത്തങ്ങനെ പറയാണ്, അമ്മേ എനിക്ക് ചാകണം. അതാണ് പറയേണ്ട ഡയലോഗ്. എന്തോ ജീവിതത്തിൽ നിരാശ കാരണമുള്ളൊരു നാടകമാണ്. അമ്മേ ചാകണമെന്ന്. ഇവനാണെങ്കിൽ ഒരു കർഷകൻ്റെ മകനാണ്. പുറകിൽ സാറ് പറഞ്ഞു കൊടുത്തു, അമ്മേ ചാകണം. ഇവൻ പറഞ്ഞു, അമ്മേ ചാണകമെന്ന്. കാരണം ഇവൻ്റെ വീട്ടിൽ പശുവും പറയൊക്കെയാണ്. അപ്പോൾ ഈ ഡയലോഗ് പറയുമ്പോഴും അവൻ്റെ തനതായ സ്വഭാവം മറക്കാതെ അമ്മേ ചാണകമെന്ന്. എന്നിട്ട് 3 പ്രാവശ്യം തന്നെ പറഞ്ഞു, അമ്മേ ചാണകം. അമ്മ ചോദിച്ചു എവിടെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചാണകമല്ലടാ ചാകണം എന്ന് പറയാന്ന്. അപ്പോൾ അവനും അത് തന്നെ പറഞ്ഞു, ചാകണം എന്നല്ല ചാകണം എന്നാണ് പറഞ്ഞത് എന്ന്. ഈ രീതിയിലൊക്കെയുള്ള ഡയലോഗുകളൊക്കെ മനുഷ്യൻ പറയേണ്ടി വരുന്നത് നാം അത്തരം വാക്കുകളൊക്കെ മുൻകൂട്ടി പഠിക്കാത്തതുകൊണ്ടാണ്. ഇതാണ് ഇന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിന് ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് നാം നേരത്തെ കാണുന്നില്ല. എനിക്കൊന്നും ഇല്ല, വന്നാൽ അവിടെ വെച്ച് കാണാം. ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ബുദ്ധിഭേദം, മനസ്സിൽ ബുദ്ധിഭേദം വരുന്നത്. എന്താ ഈ ബുദ്ധിഭേദം? എനിക്ക് പലതും നേരിടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ഞാൻ ദുർബലനാണ്. കരുത്തുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ദുർബലനായി ജീവിക്കുന്നു. അപ്പോൾ ഈ കരുത്ത് വെറും മിഥ്യയായ തോന്നലായിരുന്നു. അപ്പോൾ നമുക്ക് കരുത്തുണ്ടെന്ന് തോന്നിയാൽ പോലെ ആ കരുത്തെന്താണെന്ന് നാം മനസ്സിലാക്കി അത് ജീവിതത്തിൽ വികസിപ്പിച്ചെടുക്കണം. അപ്പം നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ കരുത്ത് ഉൾക്കരുത്താക്കി മാറ്റാൻ പറ്റുള്ളൂ. ആ ഉൾക്കരുത്തുണ്ടെങ്കിൽ
പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇന്നിപ്പം നമുക്കിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാലമാണ്. കാരണം നമുക്ക് അറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പം നമ്മൾ ഈ വാക്സിനേഷൻ നമ്മൾ കോവിഡിനെതിരെ എടുക്കുന്നു. കാരണം നമുക്കറിയാം അത് മഹാദുരന്തമാണ്. അത് മനുഷ്യൻ്റെ ലങ്സിനെ തകർത്ത് അവൻ്റെ ശ്വാസകോശം മുഴുവൻ നശിപ്പിച്ച് എന്നിട്ട് ശ്വാസം മുട്ടിച്ച് അവനെ കൊല്ലുകയാണ്. അത്ര ദുരന്തമായൊരു രോഗം. അപ്പോൾ ഈ രോഗം ന്യൂമോണിയ വന്ന് തകർന്ന് പോകുന്ന മനുഷ്യരെ നമ്മൾ കാണണോ? അപ്പോൾ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് നേരത്തെ തന്നെ ഈ വൈറസിനെ, കുറച്ച് ചത്ത വൈറസിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ ഈ രോഗത്തെ നമുക്ക് നേരിടാൻ സാധിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെ പ്രതിരോധമുള്ളവരാക്കി തീർക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഈ രോഗം നേരിടാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ മനസ്സിനും നാളെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളാകുന്ന വൈറസുകളെ നേരിടേണ്ടതുണ്ട്. അതിനെന്ത് പ്രതിരോധമാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടത്? നമ്മളാരും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ ജീവിക്കല്ലേ, ഒന്നും വരില്ലേ. കല്യാണം കഴിച്ച് പോകുന്ന ചെറുപ്പക്കാർ എന്താ വിചാരിക്കുന്നത്? ഈ ജീവിതം സുഖമായി കടന്നു പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ താളം തെറ്റുന്നു. അവർ പരസ്പരം പഴി പറയുന്നു, കുറ്റം പറയുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ തരത്തിൽ ബുദ്ധിഭേദം ജനേത. അതുകൊണ്ട് എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത്, നാം ഈ ഒരു കാര്യം വ്യക്തമാവണം. നമ്മൾ ഓരോരുത്തരും ഊർജ്ജമാണ്. ഊർജ്ജം വികസിച്ചിട്ടാണ് രൂപമാകുന്നത്. രൂപങ്ങളെല്ലാം ഊർജ്ജമാണ് ആവുന്നത്. ഇതൊരു സ്വർഗത്തിലേക്ക് നരകത്തിലേക്കുള്ള യാത്രയല്ല. അങ്ങനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞേക്കാൻ ഒരു ദൈവവും പുറത്തില്ല. ഊർജ്ജം വികസിച്ച് വന്നത് ഏതൊരു ബോധ-ഊർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണോ അത് തന്നെയാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി, പുറത്തല്ല. പിന്നെ എന്തിനാ പുറത്ത് വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? അത് മന്ത്രജപത്തിലൂടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലൊരു വ്യക്തതയോടുകൂടി ജീവിതം കൊണ്ടു നടന്നാൽ നമ്മളെ വഴിതെറ്റിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. നേരെ മറിച്ച് സ്വർഗവും പറഞ്ഞുകൊണ്ട് ആളുകൾ വരും. വളരെ കഷ്ടം തോന്നുന്നു. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയണം. ഒരു പെൺകുട്ടി, ഹിന്ദു മതത്തിലുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിയെ കുറച്ച് ലവ് ജിഹാദികളൊക്കെ കുരുക്കി. അങ്ങനെ അവൾ ലവ് ജിഹാദ് ശരിക്കുള്ള ലവ് ആണെന്ന് കരുതി അവൾ പോയി. അങ്ങനെ ആ പെൺകുട്ടി കുറേ കാലം അവൻ്റെ കൂടെയൊക്കെ ജീവിച്ച് അവൾ ഒരു തന്നി ഇസ്ലാമിക ചിന്തയിലേക്ക് മാറി. ബുർഖയൊക്കെ ഇട്ട് അങ്ങനെ നിസ്കരിച്ച് അള്ളാഹു മാത്രമാണ് ശരി, ബാക്കിയൊന്നും ശരിയല്ല, ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി, ബാക്കിയെല്ലാം കാഫീറുകളാണ്, ബാക്കിയെല്ലാം സൈത്താന്മാരാണ്, ബാക്കിയെല്ലാം പിശാചുക്കളാണ്, തൻ്റെ അച്ഛനമ്മമാർ പോലും പിശാചുക്കളാണ് എന്നൊക്കെ കരുതി. കുറേ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത് മുഴുവൻ ചൂഷണമാണ്. പെണ്ണായ തന്നെ ചൂഷണം ചെയ്യായിരുന്നു. തന്നെ സ്വർഗത്തിൻ്റെ പേരും പറഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചത് മുഴുവൻ സയൻസ് അതിന് വിരുദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിനപ്പുറത്ത് സ്വർഗമുണ്ടെന്നും ആ സ്വർഗം ആ പെൺകുട്ടി തന്നെ പറഞ്ഞ കഥയാണേ. ഞാൻ ഒരു തരത്തിലും നിങ്ങളെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വേദനിപ്പിക്കില്ല. പെൺകുട്ടി പറഞ്ഞതാണ്. അപ്പോൾ അവൾ തന്നെ പറഞ്ഞത്, ഈ സ്വർഗത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചു സ്വർഗത്തിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോകുന്നു, ഈ ഒരു ജന്മം പോട്ടെ, സ്വർഗമുണ്ടല്ലോ, അവിടെ നോക്കുമ്പോഴല്ലേ പ്രശ്നം. അവിടെ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്വർഗം, സ്ത്രീകളെ കൊണ്ട് ആണുങ്ങളെ സുഖിപ്പിക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു റെഡ് സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലുള്ള പരിപാടികൾ. അപ്പം ഞങ്ങൾ ഈ പെണ്ണുങ്ങളിപ്പോൾ എവിടെ പോവും? പെണ്ണുങ്ങൾക്ക് സ്വർഗമൊന്നുമില്ലേ? പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് ആണുങ്ങളെ സൂചിപ്പിക്കുക. എന്നാൽ പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ല, അത് ഇവിടെ ചെയ്താൽ പോരെ. അവിടെ ചത്ത ശേഷം അവിടെ ഒരു ശരീരം പോലും ഉണ്ടോ എന്നറിയില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വലിയൊരു ട്രാപ്പിലാണ് പെട്ടതെന്ന്. പിന്നെ ആ ട്രാപ്പിൽ നിന്ന് ആ കുട്ടി പുറത്തു വരുന്ന ഒരു ഘട്ടമാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാനിത് എൻ്റെ നേരിട്ടുള്ള ബോധ്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഞാൻ അല്ലാതെ നിങ്ങളോട് കെട്ടുകഥകൾ പറയല്ല. ഇപ്പം ആലോചിച്ചൊക്കെ എത്ര പേരാണ് ഈ മോഹനസുന്ദര സ്വർഗങ്ങളുമായിട്ട് കടന്നുപോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് മെയിൽ ഡോമിനേറ്റഡ് സ്വർഗങ്ങളാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് ഒരു എൻട്രൻസും ഇല്ല. പെണ്ണുങ്ങൾ വേറെ എവിടെയാണ് പോണത്, അവർക്കറിയില്ല അവരെവിടെയാണ് പോണത്. അപ്പോൾ പെണ്ണുങ്ങളുടെ ഒരു സ്വർഗം എന്നൊരു വീക്ഷണം പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം അറിയുന്നത് ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞ സത്യത്തിന് അപ്പുറത്ത് ലോകത്തിൽ ഒരു സത്യവും ഇല്ല. കാരണം ആധുനിക സയൻസ് പോലും, ഐൻസ്റ്റീനിയൻ ഫിസിക്സ് പോലും തെളിയിച്ചത് എനർജി ഇറ്റ് ട്രാൻസ്ഫോം ടു ഫോംസ് മാസ് and this mass again retransformed into energy. Energy
ഇറ്റ് ഈസ് ഓൾവേസ് സെയിം. എനർജി, ഇറ്റ് കാൺ ബി ക്രിയേറ്റഡ്, ഇറ്റ് കാൺ ബി ഡിസ്ട്രോയിഡ്, ആൻഡ് എനർജി ഈസ് ദ ഫൗണ്ടേഷൻ. ഇത് തന്നെ ഭാരത ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ഊർജമാണ്. ഈ രൂപം ഊർജത്തിൽ തൽക്കാലം നിൽക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഇതിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നു, ഇനി അത് സങ്കോചിച്ച് ഊർജമാവും. ഈ ഊർജത്തിനൊരിക്കലും നാശമില്ല. അപ്പോൾ നാം അനന്തശക്തിയുള്ളവരാണ്. ആ ശക്തിയെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് ആ ശക്തി എങ്ങനെ നമുക്ക് വികസിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഉയർത്താമെന്ന് നാം അറിയണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നാം തളരാത്തൊരു മനസ്സ് നേടിയെടുത്താൽ നമ്മളെ തളർത്താൻ ഒരാൾക്ക് സാധ്യമല്ല. ന ബുദ്ധിഭേദം ജനേത്. നമ്മളാർക്കും ബുദ്ധിഭേദം ഉണ്ടാക്കണ്ട, നമ്മളാരെയും തളർത്താനും പോകണ്ട. നമ്മളെ ആരെങ്കിലും തളർത്താൻ ശ്രമിച്ചാൽ തളരുകയും വേണ്ട. എന്നിട്ട് പറഞ്ഞു, അജ്ഞാനാം കർമ്മസംഖ്യനാം. അതുകൊണ്ട് അജ്ഞാനികളായ ആളുകളെ നിങ്ങൾ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഹിന്ദുമതം എത്രമാത്രം ഗ്രേറ്റ് ആണെന്ന് നമുക്ക് ഈ ഗീത പഠിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇവിടെ ആർക്കും ബുദ്ധിഭേദം ഉണ്ടാക്കാത്ത ഒരു മതം ഹിന്ദുമതം മാത്രമാണ്. എന്നാൽ ഇതര മതങ്ങളൊക്കെ ബുദ്ധിഭേദം ഉണ്ടാക്കി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പാതയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ടായി. അവർ വിഭാഗങ്ങൾ തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് വേറൊരു ക്രിസ്ത്യൻ വിഭാഗത്തെ കണ്ടുകൂടാ. അവർ തമ്മിൽ കലഹിച്ചും കേസ് കൊടുത്തും കോടതികളിലൂടെ കയറി ഇറങ്ങി നടക്കില്ലേ. എന്നിട്ട് അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും പാപം കഴുകലിനെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്നു. നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഇവിടെ എത്ര പള്ളികളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ഇറക്കി വിടുന്നു, ചവിട്ടുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും ഇടി കുത്ത് ബഹളം. എന്നിട്ട് ഇവർ ക്രിസ്തുവിൻ്റെ മഹാമനസ്കത സംസാരിക്കുകയും ചെയ്യും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ആത്മാർത്ഥമായി ചിന്തിക്കും. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നോക്കൂ. ഇസ്ലാമിക രാജ്യങ്ങളിൽ എപ്പോൾ ഇസ്ലാമിന് ഭൂരിപക്ഷം കിട്ടിയോ ആ നിമിഷം നിങ്ങൾ വിചാരിക്കും ഇസ്ലാമിക രാജ്യമെന്ന്. ആ ഇസ്ലാമിൽ തന്നെ വിഭാഗങ്ങളാണ്. സുന്നികൾ ഭൂരിപക്ഷമുള്ളിടത്തോ ഇസ്ലാം വിഭാഗത്തിലെ സൂഫികൾ എന്താ പറയുക, ഷിയകൾ സുരക്ഷിതരല്ല. ഇന്ത്യയിൽ പാസ്സാക്കി. ഞാനിതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ. അതായത് മറ്റ് രാജ്യങ്ങളിലുള്ള, എസ്പെഷ്യലി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള മൈനോറിറ്റീസ്, ഹിന്ദു, സിഖ്, ജൈൻ, ക്രിസ്ത്യൻ, ഇവർക്കൊക്കെ ഇന്ത്യയിൽ വന്ന് അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഇത് പാസ്സാക്കി. അപ്പോൾ ഇതിനെതിരെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നത്, എന്തിന് നിങ്ങൾ അവർക്ക് മാത്രം, എന്തുകൊണ്ട് മുസ്ലിംസിന് കൊടുക്കുന്നില്ല? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കേണ്ടി വന്നു വെച്ചാൽ അവിടുത്തെ ഭരണം നടത്തുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികളിൽ നിന്നും ഇവർക്കുണ്ടായ പ്രോസിക്യൂഷനാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം, ഇങ്ങോട്ട് ഓടി വരാനുള്ളത്. അപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടെ സുരക്ഷിതരല്ല. അവർ മുസ്ലിം സമൂഹം അത് പറയാൻ കാരണം ഞാൻ അത്ഭുതപ്പെട്ടു. പാകിസ്ഥാനിൽ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു വിഭാഗം പറയാം, ഞങ്ങളും ഭാരതത്തിലേക്ക് വരികയാണെന്ന്, കാരണം ഞങ്ങളും സുരക്ഷിതരല്ല. അപ്പോൾ നോക്കൂ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക വിഭാഗങ്ങൾ തമ്മിൽ സുരക്ഷിതരല്ല. എന്നാൽ ഈ ഭാരതത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എത്ര ജാതികളാണുള്ളത്. ഇവിടെ സവർണനെന്നും അവർണനെന്നൊക്കെ പറഞ്ഞ ജാതി വ്യവസ്ഥകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും ഇവിടെ നിന്ന് ഒരു പാകിസ്ഥാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയം തേടി പോയിട്ടുണ്ടോ? ഇവിടെ ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ തകർത്തിട്ടില്ല. ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഷിയ സുന്നിയത നശിപ്പിക്കുന്ന ബോംബ് അഫ്ഗാനിസ്ഥാനിൽ ആർക്കാണ് ബോംബിടുന്നത്? ഇറാഖിൽ ആർക്കെതിരെ ബോംബിടുന്നത്? സിറിയയിൽ ആർക്കെതിരെ ബോംബിടുന്നത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. ഒരു വിഭാഗം മറ്റൊരു, ഇവരൊക്കെ ഒരേ മുഹമ്മദ് നബിയുടെ അനുയായികളും ഒരേ ഖുർആൻ വിശ്വസിക്കുന്നവരും ഒരേ കരുണ ഉള്ള ദൈവത്തെ പുകഴ്ത്തി പറയുന്നവരാണ്. തമ്മിൽ യോജിപ്പില്ല. അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് തന്നെ വ്യക്തതയില്ല. ഭാരതത്തിൽ എന്തുകൊണ്ട് വിഭാഗീയത ഇല്ലാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഏത് മഹാത്മാവും, ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മഹാത്മാവും, ശങ്കരാചാര്യരാവട്ടെ, നാരായണ ഗുരുദേവനാവട്ടെ, അയ്യങ്കാളിയാവട്ടെ, ഏത് മഹാത്മാവും പഠിപ്പിച്ചിട്ടുള്ളത് ഒരേ ഉപനിഷത്ത് തത്വമാണ്. കാരണം അവർ സാക്ഷാത്കരിച്ചതാണ്. ശ്രീബുദ്ധൻ സാക്ഷാത്കരിച്ചതാണ്. എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണതയുള്ള ബോധമാകുന്നു, ബോധശക്തിയാകുന്നു, നിങ്ങൾ ശക്തിയാകുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? ശക്തിയാകുന്നു എന്ന് നമ്മളെ ശക്തമായി പഠിപ്പിച്ചവരാണ് ഇവരെല്ലാവരും.
നമ്മളോടൊക്കെ ഇതാണ് പറയുന്നത്, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ശക്തിയാണ്. അപ്പം നമ്മൾ ആ ശക്തി നാം അറിയണ്ടേ? നാം ദുർബലരാവുന്നതിന് കാരണം നമുക്ക് ആ ശക്തി അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ ബുദ്ധിയെ ഒരിക്കലും ഭേദബുദ്ധി കാണിക്കരുത്, നാം നമ്മൾ തളർത്തരുത്. അതുകൊണ്ട് കർമ്മസംഖ്യനാം, മറ്റുള്ളവരെ നാം വഴിതെറ്റിക്കരുത്, നമ്മളും വഴിതെറ്റരുത്, നമ്മളും തളരരുത്. ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അതുകൊണ്ട് വിവേകമുള്ളവരെന്ത് വേണം? അവരെ സംബന്ധിച്ച് ഏത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഏതൊരവസരം നമുക്ക് കിട്ടുന്നുണ്ടോ, അവസരോചിതമായിട്ട് നാം ഉയരണം. എന്തു പ്രവൃത്തിയും വളരെ സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ഊർജത്തോടെ, ഉന്മേഷത്തോടെ നാം ചെയ്ത് പഠിക്കണം. തുടക്കത്തിൽ അതൊരു അഭിനയമായിരിക്കാം, പക്ഷെ അത് പരിശീലിച്ച് വരുമ്പോൾ നാം ക്രമേണ മനസ്സിലാക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്, വരുന്നതെല്ലാം ഇഷ്ടമാക്കി തീർക്കലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കുറേയും കൂടി ഉയർന്ന് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സമഗ്രമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് മനുഷ്യൻ ഇതല്ല പഠിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ഇഷ്ടത്തിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. കുറേ കഴിഞ്ഞാൽ ദുരിതമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ടത് എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പലർക്കും പല ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള പ്രീ ഒക്യുപ്പേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും. ആ പ്രയോറിറ്റീസ് മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടല്ലേ വലിയ ലോകസുന്ദരിയായ ഡയാനയ്ക്ക് പോലും കൊട്ടാരത്തിൽ കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? വല്ലതുമുണ്ടോ? ആ ജീവിതം മടുത്തുപോയി. അവർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേറൊരു ആളുടെ കൂടെ ഓടിപ്പോകേണ്ടി വന്നവർക്ക്. എന്തുകൊണ്ട്? കാരണം ഏത് സുഖ ജീവിതവും മടുപ്പും വിരസതയും നിരാശയായിരിക്കും. അപ്പോൾ നാം മനസ്സിനെ മാറ്റിയെടുക്കണം. എൻ്റെ സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കണം, സുഖം മടുപ്പാണ്. എന്നാൽ എനിക്ക് കിട്ടിയതിനെല്ലാം ഞാൻ ഒരു സന്തോഷത്തോടെ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുമ്പോൾ, അവരുടെ സന്തോഷത്തിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ അതെനിക്ക് കൂടുതൽ കൂടുതൽ ഊർജവും ഉന്മേഷവും ഉത്സാഹവും പ്രചോദനം തരും. ഇതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. മറ്റുള്ളവർക്ക് വേണ്ടി ലോകസംഗ്രഹമേവാഭി യുക്ത സമാചരൻ, മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് മഹത്വവും ശ്രേഷ്ഠതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഇത് നാം ശരിക്കും ഉൾക്കൊള്ളണം. അതിന് നമുക്ക് ശക്തി വേണം. ഈ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ അത് നമ്മുടെ ദൗർബല്യങ്ങളാൽ മറന്നു കിടക്കുകയാണ്. ആ ദൗർബല്യത്തിലെ പ്രധാനപ്പെട്ട 2 ദൗർബല്യമാണ് ആലസ്യവും അനാവശ്യമായ ചിന്തകളും. അപ്പോൾ ഇത് രണ്ടും മാറ്റാനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടതെന്ന് കൃഷ്ണൻ ഓർമ്മിച്ചു. അതുകൊണ്ട് ഇന്ന ബുദ്ധിഭേദം ജനയത്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആകാശത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിൽ കുറേ സുഖങ്ങൾ കിട്ടുമെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാൽ ഇത് വെറും വിഡ്ഢിത്തരമാണ്. കാരണം ഈ മനസ്സെന്ന് പറയുന്ന സാധനമായിട്ടാണ് നിങ്ങൾ ഇനി സ്വർഗമുണ്ടെങ്കിൽ പോലും പോകുന്നത്. ആ മനസ്സ് ഇവിടെ ശരിയല്ലെങ്കിൽ അത് ഒരു സ്വർഗത്തിൽ പോയാലും സുഖം ശരിയാവില്ല. നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. കാരണം മടുത്തുപോയ, മുരടിച്ചു പോയ ഒരു മനസ്സിന് സ്വർഗം പോലും നരകമാണ്. വലിയ വലിയ കോടീശ്വരന്മാർക്ക് പോലെ അവരുടെ കോടികളുടെ സുഖങ്ങളൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഡയാനയുടെ കഥ പറഞ്ഞില്ലേ, മടുപ്പായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ നിങ്ങൾക്കും മടുപ്പ് വരും. കാരണം മനസ്സ് ശരിയല്ലാത്തവൻ എവിടെ പോയാലും അവർക്ക് അവിടെയും നരകം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ മനസ്സിനെ നേരെയാക്കാൻ ആദ്യം നമ്മൾ പഠിക്കാം. അതിനെന്താ വേണ്ടത്? 27-ാം ശ്ലോകത്തിൽ ഭഗവാൻ മനോഹരമായത് പറഞ്ഞു തരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.